ഹായ് വാവക്കുട്ടി വ്ലോഗ് എടുക്കണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒച്ചടോ ചൂടൊന്നുമില്ല. വാവ്, ഇതിനകത്ത് നാളികേര കഷ്ണൊക്കെ ഇട്ടുണ്ടല്ലേ? ചുമ്മാ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടാ, പൊളി ടേസ്റ്റ് ആണ്. പഴയ പറഞ്ഞാൽ അവിടെ കിടക്കണു. അത്രയ്ക്കൊന്നും ഉഷാറായിട്ടില്ല, അതൊന്നും ഈ പറയണ്ട. ഇതിൽ ആരൊക്കെ പേടി ധൈര്യം ഉള്ളത്? ഇവളെ കൊണ്ടുപോകാൻ പേടിയെന്ന് കൂടെ വരാലോ. ഇതിൽ ആരൊക്കെ പേടി? ഞാനിന് ആരും അടിക്കില്ലല്ലോ. എന്നാ ബാബ അച്ഛനെ അടിക്കട്ടെ ബാബേനെ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്കാണ് ഇത് സ്പെഷ്യൽ ഡേ. എന്താ സ്പെഷ്യൽ ഡേ എന്നല്ലേ? ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇന്ന് കേക്ക് കട്ടിങ് അങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള ബലൂണൊക്കെ കെട്ടി വെച്ചിട്ടുള്ള സെലിബ്രേഷൻസ് ഒന്നുമില്ല. കാരണം സാധാരണ ബ്ലോഗേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടി ഇന്ന് ചെയ്യുന്നില്ല. ഇന്നത്തെ പരിപാടി വളരെ ഡിഫറെൻ്റ് ആണ്. കേക്കിന് പകരം അമ്മ ഒന്നൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ ആഘോഷം. അതെന്താന്നുള്ളത് നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ വഴിയെ കാണാം. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നോ? ഹാപ്പി ബർത്ത്ഡേ ടു യു പാടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതൊന്നും ഹാപ്പി പോയില്ലേ? വെറുതെ അല്ല എന്റെ പാട്ട് ഇങ്ങനെ. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു സ്പെഷ്യൽ ഡേ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം നമ്മളിങ്ങനെ വയസ്സാകും തോറും ഓൾഡർ ആകും തോറും ഈ പറയുന്ന സെലിബ്രേഷനോടുള്ള ഒരു താല്പര്യം, അതിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ കുറയ്ക്കും. എൻ്റെ കൂടെ വാവക്കുട്ടിയുണ്ട്, അമ്മ ഉണ്ട്, അമ്മ ഉണ്ട്. ഇതിനും വലിയൊരു സെലിബ്രേഷൻ എനിക്ക് ഇനി ലൈഫിൽ കിട്ടാനില്ല. ഇന്ന് വാവക്കുട്ടിക്ക് കളർ യൂണിഫോം ആണ്, നോർമൽ യൂണിഫോം അല്ല. ഇന്ന് വെനസ്ഡേ ആണ്. നിങ്ങൾ കാണുമ്പോൾ ഇത് തേഴ്സ്ഡേ ആയിരിക്കും. വാവക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ദോശയാണ്. സാധാ ദോശയുടെ മുകളിൽ മുട്ട ഇട്ടിട്ട് മുട്ട ദോശയാണ് ഉണ്ടാക്കണത്. ഇത് കാണുന്ന ആൾക്കാർ ഒന്ന് കാണണം. ഇതാണ് വാവക്കുട്ടിക്ക് ഇപ്പം അമ്മ എടുത്തു കൊടുത്ത കാപ്പി. ഈ കാപ്പി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രം കണ്ടോ? ഒരു ചെമ്പ് പാത്രം, അതായത് ഒരു 3 ലിറ്റർ കൊള്ളും. ഇതിൻ്റെ അകത്ത് പകുതി കാപ്പിയാണ്. അതെ, ഇത്രയും കാപ്പി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കുറയോ? നിങ്ങൾക്ക് 342 ഇല്ലേ? എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുവോ? പറയാൻ പാടില്ല, അപ്പൊ അധികമാവും. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അമ്മ കാപ്പി ഉണ്ടാക്കി കുടിച്ചിരിക്കും. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. അതെ, ഇന്നത്തെ വിശേഷം അറിയോ? ജൂൺ 10 തീയതി. എന്താണ് ഇന്നത്തെ വിശേഷം? നിങ്ങള് പറ. എനിക്കറിയില്ലേ. നിന്റെ പിറന്നാളല്ലേ? ആണോ? പറ. അറിഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കല്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ചെക്ക് ചെയ്തതല്ലേ? നോക്കി വാ മിക്കി മൗസ് നോക്കി വന്നാ. ഇന്നലത്തെ മാരി ഇവിടുന്ന് പടയേന്ന് പറഞ്ഞിട്ട് വീഴാൻ നിൽക്കല്ലേ? എത്തും. നീ പോയാ രാവിലത്തെ ഒരു അംഗം, ഒരു 1.5 അംഗമാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവും. കുട്ടികളുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ പിന്നെ വരുമ്പോ പിന്നിട്ട് തിരിഞ്ഞിക്കേ. മഴ പോയോ ആവേ? ഫീലിംഗ് അടിച്ചിരിക്കുകയാണ്. എന്താണ് പിറന്നാളായിട്ട് ഒരു സന്തോഷമില്ലാത്ത? മോള് കുത്തിരുന്നാല് ആരൊക്കെ സന്തോഷത്തിന് ആള് 2:10 കഴിക്കണ്ടേ? വേണം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ വാങ്ങും. അപ്പൊ ഇന്നത്തെ പിറന്നാളാഘോഷം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പരിപാടികളൊന്നുമില്ല. കുട്ടി വന്നതിന് ശേഷം നമ്മുടെ ചെറിയ ചടങ്ങിലേക്ക് നമ്മൾ കിടക്കും. സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. 1-2 വിഭവങ്ങൾ മാത്രമാണ് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു ബർത്ത്ഡേ വിഷുവും ഇല്ല, ഒരു തേങ്ങയില്ല. Many more happy returns of the day. Star birthday. എന്താ സ്റ്റാർ ബർത്ത്ഡേക്ക് ഒരു വിലയില്ലേ? മതിയോ ചോറ്? നീ വിളമ്പണോ? വേണമെങ്കിൽ പിന്നെ എടുക്കാൻ മതിയോ? കഴിച്ചു നോക്കട്ടെ. കണ്ടിട്ട് നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് കഴിക്കാതെ പറയും. മണം പിടിച്ചാൽ തന്നെ ഞാൻ ഏകദേശം പറയണ ആളാണ്. അത് കൊള്ളാമോ ഇത് കൊള്ളില്ലേ എന്നുള്ളത് പറയണ മുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പിറന്നാളാഘോഷത്തിലെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 14 തീയതിയാണ് സ്റ്റാർ ബർത്ത്ഡേ വരുന്നത്. 14 തീയതി ഞായറാഴ്ച. ഇവലും കാണാണ്ടോ? എന്റെ മണ്ടയില്ലാണ്ട് കുറച്ച് വിട്ടുപിടിക്കണം. അത് എന്താ ഇങ്ങനെയൊക്കെ വന്നിട്ട്? അതുപോലെ തന്നെ പെൻഡെടുത്ത് കാണിക്കുന്നത് മനസ്സിലാവണ്ടോ? നായന്റെ കൊരയാണ്. പൊളി കേട്ടോടാ, കൂട്ടാൻ അടിപൊളി കേട്ടോ. ഏത് കള്ള നായാണത്? ഇതാണ് ചവച്ചവല്ലേ?
നല്ല പൊരി വെയിലാണ്, നല്ല ചൂടാണ്. അതിനകത്ത് പാവം അമ്മു ദേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിയപ്പത്തിനുള്ള പാവ് കാച്ചൽ. അരിപ്പൊടി വറുത്തെടുത്തൂലേ? എങ്ങനെയാ വെയിലത്ത് ചൂടത്ത് ഇയാൾ ഉണ്ടാക്കണം? ഇവിടെ നിന്ന് വേർത്തിട്ട് നല്ല ചൂടാണ്. ചെന്നൈയിലെ ചൂടെന്ന് പിന്നെ നിങ്ങൾക്ക് അറിയാലോ. അതിനകത്ത് ഈ അടുപ്പിൽ അത് പിന്നെ പൊടി വറുത്തതല്ലേ, ഇങ്ങനെ തന്നെ അല്ലേ ഉണ്ടാവുക. അതിനകത്ത് പാവ് കാച്ചുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാത്ത കാര്യമൊന്നുമല്ലല്ലോ. എന്താ പറയണേ? എന്താ അത്ര ബുദ്ധിമുട്ടാണ്? എന്ത് ആർക്ക് ചണ്ടി ബിസ്ക്കറ്റ് മേടിക്കണം, ചണ്ടി മിഠായി മേടിക്കണം, അതല്ലേ? സ്വത്തിന് നല്ല ബിസ്ക്കറ്റ് അച്ഛൻ മേടിച്ചിട്ടുണ്ടല്ലോ. ഇതേ ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ? തുറക്ക്, അച്ഛൻ വിളിക്കാറുണ്ടേ. രസം എന്താ അറിയോ? ഇന്നലെ ഇവളെടുത്ത് ചോദിച്ചത്ര ആയമ്മ വെള്ളം നിറച്ച് കൊണ്ടേ കൊടുത്തിട്ട് ബോട്ടിലുകൾ ഇതാരുടെ ബോട്ടിലാ ചോദിച്ചത്ര. അവളറിയില്ലെന്ന് പറഞ്ഞു. ഉണ്ടായില്ലേ? വാവയുടെ ബോട്ടിൽ ഇത് കൊണ്ടു തന്നിട്ട് ഇതാരുടെ ബോട്ടിൽ വെച്ചപ്പോൾ വാവ മിണ്ടിയില്ല എന്നാ പറഞ്ഞേ. അപ്പൊ അതവിടെ വെച്ചു. വാവെന്താ മിണ്ടാത്തെ? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണ്ടേ? ഉണ്ണിയപ്പം ഉണ്ടാക്കിയോ? ബാറ്റർ റെഡിയായോ? മിഠായിയോ? അച്ഛനെ കുറ്റം പറഞ്ഞില്ലേ? അവിടെ നിന്നാൽ അച്ഛൻ അപ്പുറത്തെ പോയി ചെന്നത്. ഇതെന്താ മന്ദോ? ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് പോകണമായിരുന്നു. സത്യം പറ, ഈ പറയുന്നത് മുഴുവനും കൂടി വിശ്വസിക്കാനും ധൈര്യം പോരാ. പിന്നെ ഉറങ്ങിയിട്ടപ്പോ അങ്ങോട്ട് മാറിയില്ലേ? ഇന്ന് തുറക്കുവോ? മസാല പൊടിക്കല്ലേ? സത്യം പറയാലോ, ആ ഒരു ഉണ്ണിയപ്പത്തിന്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ സാധനത്തുനിന്ന്. എനിക്കറിയില്ല, എനിക്ക് എങ്ങനെ മണം ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊതിയായോണ്ടാണോ എന്താ അറിയില്ല, കഴിക്കാൻ വേണ്ടിയിട്ട് ആ മണം ഇങ്ങനെ വരുന്ന പോലെ, ഒരു ടേസ്റ്റ് വായിലിങ്ങനെ വരുന്ന പോലെ തോന്നുന്നു. ആ ഏലക്കായ പൊടിച്ചു കഴിഞ്ഞപ്പോഴേ ഉണ്ണിയപ്പത്തിന്റെ ഒരു ഫ്ലേവർ ആണല്ലോ ഏലക്കായന്റെ ഒക്കെ, അതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇന്നേ എടാ 1000 എടുത്ത് അടി മേടിച്ചിടണോ? ഭക്ഷണം കഴിക്കണേ, ഞാൻ പറഞ്ഞില്ലേ അവിടെ ചെക്ക് ചെയ്യും. നോക്ക്, അമ്മയും കൂടി ചെക്ക് ചെയ്തിരുന്നു പിള്ളേരുടെ പാത്രം. ഇതിപ്പോ തടിമാടാനാ നിങ്ങളെ വേണ്ട വേറെ കാര്യം. കൃഷ്ണൊക്കെ തന്നെയാ കഴിക്കുന്നില്ലല്ലോ. കൊറേ ഒന്നല്ല, പാകത്തിന് എടുത്തില്ല. അങ്ങനെയും കഴിക്കണം. ആണാണേ ആണാണ്. നല്ല കാമഡി. അച്ഛൻ ജോലി ചെയ്യാൻ മുകളിലേക്ക് കയറി പോവാണ്. നീ വാവയും അമ്മയും കൂടി ചേർന്നിട്ട് അച്ഛനെ കുറ്റം പറയണം കേട്ടോ. വേണ്ടേ? ഓ നന്നായോ? അച്ഛൻ ചണ്ടിയാണ്, അങ്ങനൊക്കെയല്ലേ പറയാ. അച്ഛൻ ചണ്ടിയാണ്, അപ്പിയാണ്, ഞാനൊക്കെ മിഠായി ഒന്നും വാങ്ങിത്തരില്ല എന്നൊക്കെയല്ലേ പറയാ. അറിയായി. അച്ഛൻ ഇവിടുത്തെ പോവാൻ കാത്തിരിക്കല്ലേ കുറ്റം പറയാൻ. താക്കിടുവോ? ചുത്തുമണി പൊടിയൊക്കെ തുടച്ചു, അപ്പത്തിന്റെ പൊടിയൊക്കെ തുടച്ചു അല്ലേ? ക്ലീൻ ആക്കണു. ഹായ്, വാവക്കുട്ടി വ്ളോഗ് എടുക്കണു. വാവക്കുട്ടി വ്ളോഗ് എടുത്തു. വാവക്കുട്ടി അച്ഛന് വിഷ് ചെയ്യേ. ഹാപ്പി ബർത്ത്ഡേ ടു യു പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു. നന്നായിട്ട് പാടുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒച്ചടോ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിലൊക്കെ മൊത്തം May God bless you, dear. ആഹാ. May God bless you, dear. May God bless you,
happy birthday to you. എത്തുമണി അധികം കഴിക്കട്ടെ, ചൂടൊന്നുമില്ല. അങ്ങനെ ചൂടൊന്നുമില്ല. കഴിച്ചു നോക്ക്. അതിന് പല്ല് വേദനിക്കുന്നുണ്ടാവും, ഒത്തിരി ബലം ഉണ്ടാവും ഇത്. ബലം ഇല്ലല്ലോ അത്, നല്ല സോഫ്റ്റ് ആണ്. ഞാൻ കഴിച്ചല്ലോ. നല്ല സോഫ്റ്റ് ആണ്. 2 ദിവസം കഴിഞ്ഞാൽ ബലം വെക്കും. എന്തൊക്കെയുണ്ട്? വാവ്, ഇതിനകത്ത് നാളികേര കഷ്ണൊക്കെ ഇട്ടുണ്ടല്ലേ, ചുമ്മാ അല്ല, നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടാ, പൊളി ടേസ്റ്റ് ആണ് ഇതുണ്ടാക്കിയിട്ട് കടയിലൊക്കെ വെക്കാൻ കൊണ്ടുപോകണം. അല്ലേ? കവറിലാക്കിയിട്ട്. നല്ല ടേസ്റ്റ് എനിക്കിഷ്ടായി. ഞാൻ അങ്ങനെ പടയിലുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട്. നല്ല രസം. സാധാരണ ചിലപ്പോ ഒക്കെ ചില സാധനം ഉണ്ടാകുമ്പോ പാളി പോവാറുണ്ട്, പക്ഷെ ഈ സാധനം നല്ല സൂപ്പറായിരുന്നു. ഇത് നമുക്ക് ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെ സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ലടാ. കൊറേ ആയി ഉണ്ടാക്കിയിട്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊറേ വർഷങ്ങളായിരുന്നു. 1 വർഷം ഇവിടുന്നാണ് ഉണ്ടാക്കിയത്. ആണോ? പഴയ പിറന്നാൾ ഇപ്പത്തെ പിറന്നാളിനെ കുറിച്ചിട്ടൊക്കെ വ്യത്യാസം. പഴയ പറഞ്ഞാൽ അവിടെ കിടക്കണം. അത്രയ്ക്കൊന്നും ഉഷാറായിട്ടില്ല. അതൊന്നും ഈ പറയണ്ട. പഴയത് തന്നെ അതൊന്നും പറയണ്ട ആ കാര്യം. അവിടേക്ക് തന്നെ എത്തിയിട്ടില്ല. ഈ വലുതായി കഴിഞ്ഞ പിറന്നാളാഘോഷം ഒന്നും ഇല്ലല്ലേ? അതന്നല്ലേ ഉണ്ടാവത്ത്. ഇനിയിപ്പോൾ അതൊക്കെ ആഘോഷിച്ചൊക്കെ നടത്തണ്ടല്ലേ. ഇതിൽ ആരൊക്കെ പേടി ധൈര്യം ഉള്ളത്? ഇവിടെ കൊണ്ടുപോകാൻ പേടിയുന്ന കൂടെ വരാലോ. ഇതിൽ ആരൊക്കെ പേടി ശരിക്ക്? കുട്ടി പോ, നമ്മുടെ പിന്നാലെ വെക്കോ. പോ പോ. അത്ര പേടിയില്ലേ പിന്നെ വരുന്നേ. ഇല്ല, അച്ഛൻ അടിച്ചിട്ടില്ലേ? ഭക്ഷണം ഉണ്ടോ വെച്ചിട്ട് വരുന്നതാ. കുട്ടിയുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടോ നോക്കിട്ട് വരണതാ. അതിന് അച്ഛൻ നായക്കുട്ടിയെ അടിച്ചിട്ടില്ലല്ലോ. അടിക്കാൻ കാൽമ തട്ടിയ പാവല്ലേ. അച്ഛൻ അങ്ങനെ വെറുതെ തട്ടിയിട്ട് മാറിക്ക് മാറിക്ക് എന്ന് പറഞ്ഞാൽ അടിക്കാൻ പാടില്ല. നായ അവിടെ എവിടെ നിന്നോട്ടെ, അവിടെ പാവല്ലേ, എന്നെ വിട്. ശരി, ഇനി ഇവിടെ അടിക്കുന്നില്ല, അതേപോലെ പട്ടിനെ അടിക്കാൻ പാടില്ല. അവനെ അടിക്കണമെങ്കിൽ പട്ടിനെ അടിക്കാൻ പറ്റുമോ? അതല്ല, നാടിനെ ആരും അടിക്കില്ലല്ലോ. എന്നാ ബാബ അച്ഛനെ അടിക്കട്ടെ. ബാബേനെ വീടിനടിച്ചോ? ബാബേനെ അടിക്കാറേ ഇല്ലല്ലേ. നമുക്ക് ദോശ ഉണ്ടാക്കിയാലോ? പച്ചപ്പായ അരച്ചോ? അരച്ചിട്ടില്ലല്ലോ അല്ലേ? എന്തുകൊണ്ട് 2-3 പ്രാവശ്യമായില്ലേ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് അരച്ചേക്കെന്ന്. ഡെയിലി ഒരു 1-2 ദിവസം ഗ്യാപ്പ് കൂടുമ്പോൾ പച്ചപ്പയർ അരക്കേണ്ടത് ഒരു നല്ല പണി തന്നെയാണ്. കാരണം നമ്മൾ ചെറുപയർ ദോശയാണ് ഞാൻ കഴിക്കാറുള്ളൂ, നോർമൽ ദോശ കഴിക്കാറില്ല. കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യലാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. ഉണ്ടോ കുട്ടയ്ക്ക് ഒരെണ്ണം കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. ഉണ്ടല്ലോ, കുറേ കൊടുക്കൂലേ അപ്പുറത്ത് ഇപ്പുറത്ത് 2 വീട്ടിലും 3 വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയിട്ട്. നിങ്ങൾക്കൊരു കഷ്ണം തരട്ടെ? ഞാൻ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം, ബലമില്ല. കടയിൽ നിന്നും കൂടി ഇങ്ങനെ കിട്ടൂല, ഗ്യാരണ്ടി ആയിട്ട് പറയാം. ഇവിടെ ചെന്നൈയിൽ ഇങ്ങനത്തെ സാധനം പാക്ക് ചെയ്തിട്ട് വരും കേട്ടോ, ഈ ടേസ്റ്റ് കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ ട്രൗസറിലെ പത വലിച്ചിട്ടുണ്ട്, ഞാൻ അതിനുള്ളിലേക്ക് തലയും കുത്തി വീഴാന്ന് കണ്ട. അങ്ങനെ നിർത്തി വെച്ചോളാം, ഇനി പെറുക്കിട്ടോ. അങ്ങനെ പിറന്നാളാഘോഷമൊക്കെ തീർന്നു. ദേ രാത്രിയായി, ഡിന്നറൊക്കെ കഴിച്ചു. ഇനി എനിക്ക് തുണി ഒന്ന് ഉണക്കാനിടണം, അത്രയും കൂടിയുള്ള പരിപാടി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗബോഗയായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ബർത്ത്ഡേ ആഘോഷമായിരുന്നു. അല്ലെങ്കിൽ ജഗബോഗയിലൊന്നല്ലല്ലോ, കൂട്ടായ്മയിലും ആ ഒരു ഒത്തൊരുമയിലും ഒക്കെ അല്ലേ, ഫാമിലിയുടെ ആ ഒരു ബോണ്ടിങ്ങിലല്ലേ സെലിബ്രേഷൻ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാവുകുട്ടി വന്നിരിക്കുകയാണ് അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, തുണി ഇടാനായിട്ട്, തോര ഇടാനായിട്ട്. എന്തൊക്കെയാണ് മുഖത്തുകൂടെയൊക്കെയാണ് വേർത്ത് വലിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാം. ഇന്നത്തെ വ്ളോഗ് എടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ള ആൾക്കാർ വീണ്ടും കാണാം. ബൈ.